എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാല സമയത്ത് ചില സ്പെഷ്യൽ പൊങ്കാലകളൊക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കാണാറുണ്ട്. ഇത്തവണ ശ്രദ്ധേയമായത് ആശാപ്രവർത്തകരുടെ പൊങ്കാല നേർച്ചയായിരുന്നു. ഈ നേർച്ച ഫലവത്താകുമോ? അത് പൂർണ്ണമായും ഫലവത്താകും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഭാഗികമായി അത് ഫലവത്താകും. കാരണം കേന്ദ്ര സർക്കാർ അവർക്ക് സഹായഹസ്തവുമായി വന്നിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും അവർക്ക് നേരെ വാതിൽ കൊട്ടിയടച്ചിരിക്കുകയാണ്. അത് തുറക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആറ്റുകാൽ അമ്മ തുറപ്പിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇവിടെ അവർ വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? അവരുടെ ഓണറേറിയം അവർക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയാണ്. അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം. മറ്റ് ജീവനക്കാർക്ക് ലഭിക്കുന്നത് പോലെ അവർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കണം. അവർ വിരമിക്കുന്ന അവസരത്തിൽ ഒരു വിരമിക്കൽ തുകയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിരവധി ആവശ്യങ്ങളുണ്ട്. അതിൽ പ്രധാനം ഈ ശമ്പള വർധനവാണ്. അത് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പ്രഖ്യാപിച്ചു. അവരുടെ ഓണറേറിയം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഒക്കെ വർദ്ധിപ്പിക്കാം, കുറെ കൂടി സഹായകരമാകുന്ന വിധത്തിൽ അവർക്ക് തുക വർദ്ധിപ്പിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് വലിയ കയ്യടിയും കിട്ടി. അത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇത് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നുള്ള MP-മാർ, പ്രത്യേകിച്ച് NK പ്രേമചന്ദ്രനെ പോലെയുള്ളവർ അത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് സംസ്ഥാന സർക്കാർ കൂടി സഹകരിക്കണം. കാരണം ഈ NHM-ൻ്റെ ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്, നാഷണൽ ഹെൽത്ത് മിഷൻ. അപ്പോൾ അതിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ്. ഈ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന തുക അതേപടി ഇവർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അത് കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ആ തുക കൂട്ടുന്നില്ല എന്നിരിക്കട്ടെ, എന്തു ചെയ്യും? ഇവർക്ക് സമരം ചെയ്യുകയേ വഴിയുള്ളൂ. അപ്പോൾ ഈ പൊങ്കാല ഇട്ടതും ഈ നേർച്ച നേർന്നതും ഒക്കെ പൂർണ്ണമായും ഫലവത്താകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും ആനുപാതികമായി കേന്ദ്രം ചെയ്യുന്നത് പോലെ ആനുപാതികമായി ഇതിനുള്ള വർധനവിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിനുള്ള ഫണ്ട് ഇരുത്തണം. ബജറ്റിൽ കൂടെ ഇതിൽ വകയിരുത്തണം. ഇപ്പം എന്തായാലും കേന്ദ്രം ഒരു അനുമതി, അതായത് ഒരു കുറച്ച് ഏകദേശം അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2023-24 കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ ഏകദേശം 636 കോടിയും കൂടെ കേരളം എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. അതുകൂടി, അതായത് പെൻഡിങ് ആയിട്ടുള്ളതും കൂടി ഫണ്ട് വേണമെന്നാണ് കേരളം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ കേന്ദ്രം അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, മൗനമാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഏത് പരുവത്തിലാവും? ആശാ വർക്കേഴ്സ് സമരം തുടരുമോ? ഇപ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്ത അനുസരിച്ച് ഒരു 303 കോടി രൂപ കൂടെ കേന്ദ്രം ഈ വർഷത്തെ ഫണ്ടിൽ അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പത്രവാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. അത് ഈ വർഷത്തെ ഫണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023-24 ഫണ്ട് ലാപ്സായിപ്പോയി. കേരളം അത് പാഴാക്കി കളഞ്ഞു. കേന്ദ്രം പറഞ്ഞത് 2 കാരണങ്ങളാണ് അതിന്. ഒന്ന്, ഈ NHM-ൻ്റെ കീഴിൽ വരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം, അവിടെയാണല്ലോ ആശാവർക്കർമാരടക്കമുള്ളവർ ജോലി ചെയ്യുന്നത്, അവിടെ വളരെ കൃത്യമായിട്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ബോർഡ് വയ്ക്കണം. അത് കേന്ദ്രത്തിൻ്റെ ഒരു നയമാണ്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർ ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും അത് പാലിച്ചിട്ടുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് കേന്ദ്രം പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് സൗകര്യപ്പെടില്ല എന്നാണ്. ഞങ്ങൾക്കിത് സൗകര്യപ്പെടില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഫെഡറൽ സംവിധാനമാണ്, സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ അങ്ങനെ കൈകടത്താനൊന്നും വരണ്ട. എന്തൊരു ധാർഷ്ട്യമാണ് ഈ ആരോഗ്യമന്ത്രിക്ക്. പിണറായി വിജയന് പഠിക്കുകയാണോ ഇവർ? അങ്ങനെ ചോദിച്ചു പോകും നമ്മൾ. ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ബോർഡ് വയ്ക്കാതെ, അതുപോലെ തന്നെ കേന്ദ്രം മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തത് കാരണം ഈ ഫണ്ട് ലാപ്സായി. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കേരളം ഈ അനുവദിക്കുന്ന ഫണ്ട് ചെലവഴിച്ചതിന് ശേഷം അതിൻ്റെ കണക്ക് കൊടുക്കണം. അതിന് പറയുന്നത് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നാണ്. ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെൻറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞു, കേരളം ഇതുവരെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. കേരളം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാൽ പിന്നെ എങ്ങനെ ഈ ഫണ്ട് ഞങ്ങൾ പാസ്സാക്കി അടുത്ത അലോട്ട്മെൻറ്റ് കൊടുക്കും? ഇപ്പോൾ ഫണ്ട് പല ഘട്ടങ്ങളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ 1000 കോടി അനുവദിച്ചു എന്നിരിക്കട്ടെ, ഒരു വർഷത്തേക്ക് 1000 കോടി ഒരുമിച്ചെടുത്ത് അങ്ങ് കൊടുക്കില്ല.
ആദ്യം അതിൻ്റെ ഇത്ര ശതമാനം കൊടുക്കും, അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞ് അടുത്തൊരു ഗഡു കൊടുക്കും, അത് വീണ്ടും 3-4 മാസം കഴിഞ്ഞ് അടുത്ത ഗഡു, ഇങ്ങനെയാണ് വരുന്നത്. എല്ലാ വകുപ്പിലേക്കും ഫണ്ട് ഇങ്ങനെയാണ് വരുന്നത്. അല്ലാതെ 1000 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞാൽ 1000 കോടി എടുത്ത് അഡ്വാൻസ് ചെയ്യില്ല. പകരം ഘട്ടം ഘട്ടമായിട്ട് ഫണ്ട് വരും. ഘട്ടം ഘട്ടമായിട്ട് ഫണ്ട് വരുമ്പോൾ തന്നെ ആദ്യത്തേത് വന്നു, രണ്ടാമത്തത് വന്നു കഴിയുമ്പോൾ ആദ്യത്തതിൻ്റെ മൂന്നാമത്തത് വരുന്ന ആ സമയം, മൂന്നാമത്തത് വരേണ്ട സമയമാകുമ്പോൾ ആദ്യത്തതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇത് കൊടുക്കില്ല, ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല എന്നൊരു നിലപാടാണ് കേരള സർക്കാർ കാലങ്ങളായിട്ട് സ്വീകരിച്ചു വരുന്നത്. ഇത് UDF LDF ഒരുപോലെയാണ്. അതെ, ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇത്തരത്തിൽ കേരള സർക്കാർ പലപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കേന്ദ്രം പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം ഒഴിച്ചു ബാക്കി എല്ലാം കറക്റ്റായിട്ടാണ്, ആ ഒരു വെയിലാണ് അവർ പോകുന്നത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രം എന്തോ ഒരു ധാർഷ്ട്യമാണ്. ഒരു ഓഡിറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചെലവഴിച്ചതിൻ്റെ തുകയുടെ വരവ് ചെലവ് കണക്കുകളായിട്ട് അത് ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തിനെ അത് അറിയിക്കുകയോ ചെയ്യാതെ വീണ്ടും വീണ്ടും സാമ്പത്തിക ഫണ്ട് ആവശ്യപ്പെടുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങൾക്ക് തന്നാൽ എന്ത്, ഞങ്ങൾക്ക് കിട്ടേണ്ടുന്നതാണ് എന്നൊരു ധാർഷ്ട്യം മാത്രമാണ്. ഇത് എങ്ങനെ ചെലവഴിച്ചു, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത് എത്തരത്തിൽ പോയി, ഇതിനകത്ത് അഴിമതിയുണ്ട്, ഇതൊന്നും കേരളം കേന്ദ്രത്തെ അറിയിക്കുകയോ അല്ലെങ്കിൽ അതിന് കൃത്യമായ നടപടികൾ അവർ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ഫണ്ട് ആവശ്യപ്പെടുക എന്നല്ലാതെ വേറൊന്നുമില്ല. തീർച്ചയായിട്ടും. അതായത് ഇത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ നികുതി പണമാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മന്ത്രിയുടെയും ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ജനങ്ങൾ കൊടുക്കുന്ന നികുതി, ആ നികുതിയിൽ നിന്ന് ഉള്ള പണം, ആ ഫണ്ട്, അതിൽ നിന്നാണ് ഇതിലേക്കൊക്കെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇതിനൊരു ബജറ്റുണ്ട്, അതിന് മുമ്പ് ഒരു പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിംഗ് അനുസരിച്ച് ബജറ്റ് തയ്യാറാക്കുന്നു. ബജറ്റ് അനുസരിച്ച് ഓരോ വകുപ്പിലേക്കും കൊടുക്കേണ്ട തുക കൃത്യമായിട്ട് അതത് കാലയളവിൽ കൊടുക്കുന്നു. അങ്ങനെ വാങ്ങി ചെലവഴിക്കുന്ന പണത്തിന് കൃത്യമായ കണക്ക് കൊടുക്കണം. നമുക്കതെല്ലാവർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. ഇത് കേന്ദ്രത്തിൻ്റെ തന്നെ CNDAG പരിശോധനയുണ്ട്. സംസ്ഥാന സർക്കാർ അത് ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കേണ്ടതാണ്. അപ്പോൾ കേരളം അവിടെയെല്ലാം ഒരു ധാർഷ്ട്യം കാണിക്കുകയാണ്. ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല, ഞങ്ങളിത് ഫെഡറൽ സിസ്റ്റമാണ്, എന്ത് പറഞ്ഞാലും ഫെഡറൽ സിസ്റ്റമാണ്. എന്നിട്ട് അപ്പുറത്ത് പറയുന്നത് എന്താ, കേന്ദ്രത്തിലിരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരാണ്. ഒരു പണം അനുവദിച്ചാൽ അതിൻ്റെ കണക്ക് ചോദിക്കുന്നതിൽ എന്താണ് ഫാസിസം, എന്താണ് അതിലെ തെറ്റ്, നമുക്കത് മനസ്സിലാകുന്നില്ല. ഇവിടെ വളരെ ഇതായിട്ട് പറയുന്നത്, ഇത് ഞങ്ങൾക്കുള്ള അവകാശമാണ്, പണം ഇങ്ങ് തന്നോണം. കാരണം കേരളത്തിൽ ഉൾപ്പെടെയുള്ളവർ നികുതി കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി കൊടുക്കുന്നുണ്ട്. അവർക്കൊന്നും കണക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. അവർ ഒരു പക്ഷേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ കാണും, പക്ഷേ എങ്കിലും അവരത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അത് കൊടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥർ, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രവർത്തിക്കുന്നത് വേണ്ട വിധത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് കണ്ണുമടച്ച് ഉത്തരം പറയാൻ പറ്റും. അവരൊന്നും സമയബന്ധിതമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാറില്ല, കൃത്യമായി കണക്കുകൾ കൊടുക്കാറില്ല. ഈ കണക്ക് കൊടുക്കണമെങ്കിൽ ചെലവഴിക്കുന്ന പണം കൃത്യമായിട്ട് ചെലവഴിച്ച്, കാലാകാലങ്ങളിൽ ചെലവഴിച്ച്, അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് കൊടുക്കണം. അത് സംസ്ഥാന സർക്കാരിലേക്ക് വന്ന് സംസ്ഥാന സർക്കാരാണ് അത് കൃത്യമായിട്ട് കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടത്. അങ്ങനെ സമയബന്ധിതമായിട്ട് ചെയ്യുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. ആരോഗ്യ വകുപ്പ് മാത്രമല്ല, ഇപ്പോൾ പോലീസിൻ്റെ നവീകരണത്തിന് വേണ്ടി വളരെ പണ്ട് 2008 മുംബൈ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ നവീകരണത്തിന് വേണ്ടി വാഹനങ്ങൾ, പുതിയ വാഹനങ്ങൾ, പണ്ടൊക്കെ നമുക്കറിയാം ഒരു നീല തുരുമ്പിച്ച ഒരു ജീപ്പും അതുപോലെ തന്നെ ഒരു 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 എന്താ പറയുക, ഇടിവണ്ടി എന്നറിയപ്പെടുന്ന ഒരു വലിയ ബസ്സുമാണ് പോലീസിന് പൊതുവെ ഉണ്ടായിരുന്നത്. അത് മാറി കുറേ കൂടെ ആധുനികമായ രീതിയിൽ നല്ല സാങ്കേതിക മികവുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം വളരെ എളുപ്പത്തിൽ വയർലെസ്സും മറ്റുമൊക്കെ ഘടിപ്പിച്ച് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള GPS സംവിധാനമുള്ള പുതിയ ജീപ്പുകൾ വാങ്ങാൻ തീരുമാനിച്ചു. കേരളത്തിന് 100 കോടി രൂപയാണ് കിട്ടിയത്. ഇപ്പോഴും അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കൂ. വർഷം എത്രയായി? ഇപ്പോഴും അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ചേട്ടാ, അതുപോലെ തന്നെ പലപ്പോഴും ഈ സമരങ്ങൾ ദിവസങ്ങളാണ്, മാസങ്ങൾ പിന്നിടുന്ന സമരങ്ങളുണ്ട്. നമ്മളിപ്പോൾ കർണാടകയിലോട്ട് ചെന്ന സെയിം പ്രശ്നം തന്നെ, ഈ ആശാ വർക്കേഴ്സിന്റെ സെയിം പ്രശ്നം തന്നെ വെറും 5 ദിവസമാണ് അവർ സമരം ചെയ്തത്. അത് പരിഹരിച്ചു. പക്ഷെ ഇവിടെ ദിവസങ്ങൾ പിന്നിടും തോറും
ഇപ്പം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും ഏകദേശം ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രി ഒരു സമന്വയ ചർച്ച, അതായത് സമന്വയത്തിൽ ഒരു സമാധാന രീതിയിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ രണ്ടുപേരും ഏകദേശം ഒരു കണക്ഷൻ ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനും കേൾക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു കാര്യം അദ്ദേഹം നന്നായിട്ട് കേട്ടു എന്നുള്ളത്. അപ്പം ഇത്തരത്തിലൊരു സംഭവം പ്രതിപക്ഷ നേതാവ് കൂടി പറഞ്ഞപ്പോഴും കേരള സർക്കാർ ചെയ്യുമെന്നല്ലാതെ ഈ നിമിഷം വരെയും അതിന് യാതൊരു ചെയ്യുമെന്നോ എപ്പോൾ ചെയ്യുമെന്നോ അറിയില്ല. ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ തന്നെ പറയുന്നത് ആശാ വർക്കേഴ്സ് അടിക്കടി അവരുടെ നയങ്ങൾ മാറ്റുന്നു, അവരുടെ ആവശ്യങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ്. അല്ല, അതിനകത്തൊക്കെ രാഷ്ട്രീയമുണ്ട്. അത് വേറെ വലിയൊരു വിഷയമാണ്. കാരണം അതിൻ്റെ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മിനി വേറൊരു സംഘടനയുടെ ഒരു ഇടതുപക്ഷ ഇത് തന്നെ, പക്ഷെ വേറൊരു സംഘടനയുടെ ആളാണ്. അവരിവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മറ്റും ചെയ്തതാണ്. അപ്പോൾ ഈ സമരം വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടും, ആ പാർട്ടിക്ക് കിട്ടും. അത് ഞങ്ങൾക്ക് ക്ഷീണമാണ്, ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ തൊഴിലാളി സംഘടനയായ CITUവിന് ഒരു ക്ഷീണമാണ് എന്ന് ഇവർ കരുതുന്നു. ആ ഒരു ഈഗോ അവരെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ, സത്വരമായി നടപടി സ്വീകരിക്കാൻ ഒക്കെ തടസ്സം നിൽക്കുകയാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് വെറും ഈ പറയുന്ന, ഇവിടെ ശരിയാണ് കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു, പണമില്ല, ഖജനാവിൽ കടുത്ത ദാരിദ്ര്യമാണ്, ഒക്കെ നമ്മൾ സമ്മതിച്ചു. പക്ഷേ ഒപ്പം ഇങ്ങനെ ചില രാഷ്ട്രീയവും കൂടി അതിനകത്തുണ്ട്. ഇതും കൂടി കയറി വരുമ്പോഴാണ് മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കും കേരളത്തിലെ CITU നേതാക്കൾക്കുമൊക്കെ ആശാ വർക്കർമാരുടെ സമരം ഒരു അനാവശ്യമാണ് എന്ന് തോന്നുന്നത്. ഏതായാലും സമരം ഭരണാധികാരികൾ കേട്ടില്ലെങ്കിലും ഈശ്വരൻ കേൾക്കട്ടെ അല്ലേ? അങ്ങനെ കരുതാം.